ഞാനിപ്പോൾ ഉള്ളത് പുതുവൈപ്പിൻ ബീച്ചിലാണ്, അതായത് കടലിൻ്റെ കരയിലാണ് ഉള്ളത്. ഒരു 3 അടി മാറിക്കഴിഞ്ഞാൽ ഒരാൾമേലെ ആഴമുണ്ട്. പുതുവൈപ്പിൻ ബീച്ചിലെ ഇന്നലത്തെ അവസ്ഥയാണ് കാണുന്നത്. 24 മണിക്കൂറിനുള്ളിൽ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. ഇന്നലത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിൽ നിന്നും 4 അടി വെച്ച അപ്പം തന്നെ ഒരാൾ ആഴത്തിൽ മുങ്ങുന്ന രീതിയിലുള്ള ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്, ഒരു കനാല് രൂപപ്പെട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് തന്നെ ടൂറിസ്റ്റുകൾക്ക് അറിയാൻ പറ്റില്ല, ഇറങ്ങും പെടും. പക്ഷേ 30 മീറ്റർ മാറിയിട്ടാ, അതായത് കരയിൽ നിന്ന് 30 മീറ്റർ മാറിയിട്ട് ഈ വീഡിയോ കണ്ടു നോക്കിയേ, അവർ മുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു കനാല് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഈ ഒളിഞ്ഞിരിക്കുന്ന അപകടം. എല്ലാവരും വന്ന് ഇറങ്ങും, പെട്ടെന്ന് പെട്ടുപോകും. നീന്തൽ അറിയാൻ പാടാത്തവരും നീന്തൽ അറിയണവരും പെട്ടെന്ന് പെട്ടുപോകും. കാരണം അത്രയ്ക്ക് നല്ല തിരയാണുള്ളത്. ഒരു സൈഡിലേക്ക് വലിവായിരിക്കും, ഒന്നിലെ വലത്തേക്കാ ഇടത്തേക്കാ, ഏതെങ്കിലും സൈഡിൽ നമ്മളെ വലിച്ചിട്ട് പോകും. കരയിൽ നിൽക്കുന്നവർക്കും ഈ ഇറങ്ങിയവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 2 മാസക്കാലം ഇറങ്ങാതിരിക്കുക, ശ്രദ്ധ വേണം മാതാപിതാക്കൾക്ക് കുട്ടികൾ എവിടെ പോകണമെന്നുള്ളത്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കുമ്പോഴും കടൽ ശോഭിച്ചിരിക്കുമ്പോഴും കടലിൽ ശരിക്ക് നീന്താനും അറിയാത്തവരും കടലിൽ എന്താണെന്ന് അറിയാത്തവരും ദയവായി കടലിൽ മുട്ടോളം വെള്ളത്തിൽ പോലും ഇറങ്ങാൻ. കരയാണ്, കാരണം മുട്ടോളം വെള്ളമുള്ളൂ അവിടെ. ഇതേപോലെ അവർ നിൽക്കണണ്ടിട്ട് ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ ഇവിടെ മുങ്ങിമരണം ഉറപ്പാണ്. അപ്പോൾ ഈ വർഷക്കാലത്ത് ഒരുപാട് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അറിയണമെന്നില്ല. അങ്ങനെ സംഭവിച്ചാണ് ഈ പറഞ്ഞ വളപ്പ് ബീച്ചിൽ. കാരണം അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങി ഈ പറഞ്ഞ ആഴമുള്ള ഏരിയയിലേക്ക് അവർ പോയി. അങ്ങനെ സംഭവിച്ചാണ്. അപ്പോൾ ഈ വർഷക്കാലത്ത് ബീച്ചുകളിൽ ഇറങ്ങാതിരിക്കുക.